ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു യാത്രയുടെ വീഡിയോ ആണ് ഇടുന്നത്. എങ്ങോട്ടാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ നന്നായിട്ട് ഒരുങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും കൂടെ ചാടിത്തുള്ളി ഒരുങ്ങി. എവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി വന്നിട്ട് എങ്ങോട്ടേക്ക് യാത്ര പോകാന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിലൊരു ഏകദേശം ഐഡിയ ഉണ്ട്. ഒന്നുകിൽ കുട്ടിക്കാനം അല്ലെങ്കിൽ വാഗമണ്ണ്, ലാട്രം, ആ ഒരു ഏരിയ ആയിരിക്കുമെന്ന്. അങ്ങനെ എൻ്റെ വിശ്വാസങ്ങളൊന്നും ഇത്തവണ നന്നായിട്ടും തെറ്റിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കുട്ടിക്കാനം റൂട്ട് വെച്ച് പിടിപ്പിച്ചു. ഇത് ഏകദേശം പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിന്റെ ഓപ്പോസിറ്റ് വരുന്നൊരു ഭാഗമാണ്. അവിടെ റോഡ് സൈഡിൽ നിന്ന് താഴേക്ക് നോക്കി താഴ്വാരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഏകദേശം പെരുവന്താനം ഇപ്പം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ണി കണ്ട വണ്ടിയെല്ലാം ഓവർടേക്ക് ചെയ്ത് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുന്നു. അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയി. എനിക്ക് ഈ റൂട്ട് ഒത്തിരി ഇഷ്ടമാണ്. പേഴ്സണലി ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം ഞാൻ എൻ്റെ 9th സ്റ്റാൻഡേർഡ് പഠിച്ച് സെൻറ്റ് ജോസഫിലാണ്, പെരുവന്താനം സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. അപ്പോൾ ഈ വഴിയെല്ലാം അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം എല്ലാം കണ്ട് നേരെ കയറി ഇങ്ങനെ പോന്നു. ഇടയ്ക്കൊരു വളവിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു വളവില് പൈനാപ്പിളിൻ്റെ ഫ്രഷ് ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതും വാങ്ങിച്ച് കുടിച്ചു. അവിടെ നിന്ന് ആ കടയിലെ ചേച്ചിയോടും ചേട്ടനോടും വിശേഷമൊക്കെ പറഞ്ഞ് തേനിൻ്റെ വിലയൊക്കെ ചോദിച്ച് അല്പസമയം അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പൈനാപ്പിൾ ജ്യൂസ് കൈ കിട്ടി. നല്ല സൂപ്പർ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് കയറണേ. പക്ഷേ ഇവിടുത്തെ കടകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു തവണ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാണണം നിർബന്ധമൊന്നുമില്ല. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇതിപ്പോൾ കുട്ടിക്കാനം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയയാണ്. ഞങ്ങൾ അവിടേക്ക് തേയിലത്തോട്ടം എല്ലാം കഴിഞ്ഞ് കുറച്ച് ഏരിയ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ പോകുമ്പോഴത്തേക്കുമാണ് എൻ്റെ പുറകിൽ ഞാൻ ഒരു വളരെ റെയറായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. ഈ നിറത്തിലൊരു ലാവൻഡർ ഷെയ്ഡിലെ ഒരു കാർ. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തു. എങ്ങാനും അതിൻ്റെ ഓണർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറി പറയുമായിരിക്കും. അങ്ങനെ ഏലപ്പാറയിൽ നിന്ന് വാഗമൺ റൂട്ട് തിരിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വീണ്ടും റൈറ്റ് എടുത്ത് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇട്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് വാഗമണ്ണല്ല, നന്ദേട്ടൻ്റെ സ്പോട്ട് വരാട്ടുമേട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എനിക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നന്ദേട്ടൻ റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടാണ് ഇതുപോലത്തെ സ്പോട്ട് എല്ലാം തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. കുറച്ച് ദൂരം ലോഡ് വെച്ച് വണ്ടി ഫ്രണ്ടിലേക്ക് പോകുകയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം നമ്മുടെ വണ്ടിയിൽ ഈ ഇത്രയും വഴികളിലൂടെയൊക്കെ പോകുന്ന കുറച്ച് റിസ്കി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു. നന്ദേട്ടൻ വണ്ടിയും കൊണ്ട് ഫ്രണ്ടിൽ പോയി. ഞാൻ നടന്ന് കുന്നു കയറി ചെല്ലാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. കാരണം അവിടെ നന്നായിട്ട് തെറ്റിയൊക്കെ കിടക്കുമായിരുന്നു. അത്യാവശ്യം എന്തായാലും വീക്കെൻഡ് ഒന്നും അല്ലെങ്കിൽ തന്നെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുൻപേ പോയ വണ്ടിയുടെ ടയർ പാടും കാര്യങ്ങളും ഒക്കെ കാണാം. ഇവിടേക്ക് ഒന്നുകിൽ ജീപ്പ് അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികളൊക്കെ പോകത്തുള്ളൂ. ഇരുവശവും നല്ല കാടും പാറക്കെട്ടും തോട്ടവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. അതിലെ താഴേക്ക് ഇറങ്ങി പോവാം. ഇവിടെ എല്ലാം ഞാൻ നടന്നായിരുന്നു പോയത്. അതുകൊണ്ട് ഞാൻ പുല്ലിനോടും പൂവിനോടും കഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞാണ് മുകളിലേക്ക് കയറി ചെന്നത്. ഇതാണ് ഞാനിപ്പോൾ കയറി വന്ന കോൺക്രീറ്റ് റോഡ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ സ്പോട്ടിലെത്താറായി. വണ്ടി താഴെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ നടക്കാൻ തീരുമാനിച്ചു. കാരണം അങ്ങോട്ടേക്ക് വണ്ടിയും കൊണ്ട് പോക്ക് ഒട്ടും സാധ്യമായ ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ബൈക്കൊക്കെ. പിന്നെ പോകുന്നത് അകപ്പാടെ ജീപ്പാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പേരയ്ക്ക കിട്ടി. എൻ്റെ കണ്ണിലൊരു പ്രത്യേകതയുണ്ട്. ഈ വക പഴങ്ങളൊക്കെ എവിടെ കണ്ടാലും ഞാൻ കണ്ടുപിടിക്കും. എന്നോട് ആങ്ങളെ എപ്പോഴും പറയും, ഞാൻ ആർക്കെങ്കിലും വീടിൻ്റെയും സ്ഥലത്തിൻ്റെ എല്ലാം അടയാളം പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും പഴം നിൽക്കുന്ന ഫലവൃക്ഷങ്ങളുടെ പേര് പറഞ്ഞിട്ടാണെന്ന് പറയാറുണ്ട്. ഒന്നുകിൽ കമ്പിളി നാരകമായിരിക്കും, അല്ലെങ്കിൽ ചാമ്പ, മാങ്ങ, പേര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെന്ന് എപ്പോഴും പറഞ്ഞെന്നെ കളിയാക്കാറുണ്ടായിരുന്നു. അതെന്തായാലും കറക്റ്റാണ്. എത്ര ദൂരത്തുനിന്ന് കണ്ടാലും ഞാൻ വൃക്ഷങ്ങളും പഴങ്ങളും എല്ലാം കണ്ടുപിടിക്കും. അങ്ങനെ ഇതിലെ കൂടി നടന്ന് ഞങ്ങൾ ഇതിൻ്റെ അന്ത്യം എവിടെയാണെന്നറിയാതെ, എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, ഇങ്ങനെ നടന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ മണ്ണ് പാകിയ വഴിയിലൂടെ
മുകളിലേക്ക് നമ്മൾ കാണുന്ന ആ ഭംഗിയുള്ള കുന്നൊക്കെ കണ്ട് ഇങ്ങനെ പോകും. അപ്പോഴാണ് ഇടതുവശത്ത് വേറൊരു കാഴ്ച കണ്ടത്. അത് ആ ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിന്റെ തുടക്കം എവിടാണെന്നും അറിയത്തില്ല. നല്ല ഭംഗിയായിരുന്നു ദൂരത്ത് നിന്ന് കാണാം. ആ വെള്ളത്തിന്റെ മൂവ്മെന്റ്സ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു, മഞ്ഞിടയ്ക്ക് പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. എന്നാലും കണ്ണ് മൂടുന്ന ഒരു കോടയൊന്നും ആയിട്ടില്ല, എന്നാലും നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. ദൂരത്തു നിന്ന് ഈ വെള്ളച്ചാട്ടം കാണുന്നോറും അടുത്ത് പോയെന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഞങ്ങൾ അവിടെ കണ്ടവരോടൊക്കെ ചോദിച്ചു അങ്ങോട്ടേക്ക് പോകാൻ വഴി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം കാഞ്ഞിരപ്പള്ളി എന്നുള്ള ഏതോ ഒരു കുട്ടി വന്ന് അവിടെ മരിച്ചതിന് ശേഷം അങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് അവിടെ അടുത്തുള്ള ഒരു നേറ്റീവായിട്ടുള്ള ഒരു ചേട്ടൻ പറഞ്ഞു വന്നു. അങ്ങനെ അത് പറ്റത്തില്ല, അതിപ്പോൾ ഒരു പ്രൈവറ്റ് ഏരിയ പോലെ അവർ സൂക്ഷിച്ച് വയ്ക്കുന്ന 6 ആഗ് റോഡൊക്കെ സൈഡിൽ കാണുന്നത് ഒരു പ്രൈവറ്റ് സ്പോട്ടാണ്. അവിടേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല. അങ്ങനെ നടപ്പ് തുടർന്ന് ആ മണ്ണ് കണ്ട വഴിയിലൂടെ ഞങ്ങൾ നടന്ന് ഇവിടെ ഏറ്റവും ടോപ്പിലെത്തി. അതിനു മുൻപോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം, പക്ഷേ മഴ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം അവിടെ തങ്ങി നിന്നില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പോന്നു. ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. കാരണം എവിടെ നോക്കിയാലും നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വെള്ളച്ചാട്ടത്തിന്റെ തുടക്കം നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല, കാരണം ഇത്രയും ഒരു ഏരിയ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്നാലും മുകളിൽ നിന്ന് അതിനേക്കാളും ഹൈറ്റിൽ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടം കാണുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കണ്ടിട്ടുണ്ട്, വാളറക്കുത്തൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ അന്തം കുന്തം എവിടെന്നൊക്കെ നമുക്ക് ഐഡിയ ഉള്ളതുകൊണ്ട് അതിനേക്കാളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി ഈ ഒരു എക്സ്പീരിയൻസ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ പോയതിൻ്റെ ടോപ്പ് മോസ്റ്റ് ഏരിയ. അവിടെ നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ അടുക്കുകൾ പോലെ മലകളെല്ലാം ഇരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പഴയ പാട്ടൊക്കെ ഓർമ്മ വന്നു, പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ച മന്ദിരത്തെക്കുറിച്ച്. അതിങ്ങനെ ഓർത്ത് എല്ലാം ചെറുതായിട്ടൊക്കെ ഒന്ന് മൂളി ഞങ്ങൾ ആ മല വീണ്ടും ഇറങ്ങി തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വരുന്നു നല്ല അടിപൊളി സീൻ. കാരണം മഞ്ഞ് വന്നു, പെട്ടെന്ന് മഴ വന്നു, കയ്യിൽ കുടയില്ല, ഒന്നുമില്ല. പെട്ടെന്ന് അവിടെ എല്ലാം ചള്ളയായി, മൂക്ക് മുട്ടിയാൽ കാണാൻ പറ്റത്തില്ലാത്തത്ര മഞ്ഞായി. പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി കുറച്ചു നേരം അവിടെ വണ്ടി മൂടാനോ മറ്റോ ഇട്ടിരുന്ന പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് പീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തലയിലൂടെ ഇട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ നിന്ന് അതിസാഹസികമായിട്ട് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോഴേക്കും അവിടെ നല്ല രീതിയിൽ മഴയാണെന്നൊന്നും ഗണ്യമാക്കാതെ കുറെ ചേട്ടന്മാരൊക്കെ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വാഗമൺ റൂട്ട് പിടിച്ചപ്പോഴത്തേക്കും മഴയെല്ലാം കുറഞ്ഞു. മലമുകളിൽ മാത്രമാണ് മഴ പെയ്തെന്ന് വിശ്വസിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓം ശാന്തി ഓശാന സിനിമയിൽ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം മഴ പെയ്യുന്നത് മലമുകളിലാണെന്ന് അറിയാലോ എന്ന് ചോദിക്കുന്നത് പോലെയായി. കുട്ടിക്കാനൊക്കെ എടുക്കാറായപ്പോഴത്തേക്കും ഒട്ടും തന്നെ മഴയില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന മുഴുവൻ മഞ്ഞാണ്. മഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ആ മഞ്ഞിനെ എല്ലാം വകഞ്ഞു മാറ്റി ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. ഏതാണ്ട് പള്ളിക്കുന്ന് ഭാഗത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞ് വീണ്ടും കഠിനമാകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനത്തിലേക്ക് എത്തി. കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർക്കുന്നത് രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്. നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം കാണുന്ന ഹോട്ടലിൽ കയറാമെന്നുള്ളൊരു കണക്ക് ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അങ്ങനെ കുട്ടനാട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും തൊട്ട് മുമ്പിൽ കാണുന്ന നല്ല അടിപൊളി മഞ്ഞാണ്. അതായത് കാഞ്ഞിരപ്പള്ളിക്ക് പോരുന്ന റൂട്ടിൽ മഞ്ഞും. വലതുവശത്തേക്ക് നോക്കിയപ്പോഴത്തേക്കുമാണ് കാണുന്നത് കുതിര. അങ്ങനെ കുതിരയുടെ മന്ദം ടസക്ക് എന്നുള്ള നടപ്പൊക്കെ കണ്ട് കുറച്ചു നേരം നോക്കി നിന്നു. ആ കുതിരയുടെ വാല കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മുടിയെ ഓർത്തിട്ട് കുശുമ്പ് തോന്നിയിട്ടോ നൈസായിട്ട്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. മഞ്ഞ് പോകെ കുറഞ്ഞു വന്നു. ചെറിയ രീതിയിലെല്ലാം മഞ്ഞ് മാത്രമാണ്, ചെറിയ രീതിയിലേ മഞ്ഞുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇതുപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഒരാട്ടുമേട്. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, പാസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.